കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും യൂദയ ദേശത്തേക്ക് പോയി. അവിടെ അവൻ അവരോടൊത്ത് താമസിച്ച് സ്നാനം നൽകി. സാലിമിനടുത്തുള്ള എനോനിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു. ആളുകൾ അവൻ്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു. യോഹന്നാൻ ഇനിയും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല. അവൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായി. അവർ യോഹന്നാനെ സമീപിച്ചു പറഞ്ഞു, ഗുരു, ജോർദാൻ്റെ അക്കരെ നിന്നോട് കൂടെ ഉണ്ടായിരുന്നവൻ, നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു. എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. യോഹന്നാൻ പ്രതിവചിച്ചു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, പ്രത്യുത അവന് മുമ്പേ അയക്കപ്പെട്ടവനാണ് എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ്. മണവാട്ടിയുള്ളവനാണ് മണവാളൻ. അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ ഏറെ സന്തോഷിക്കുന്നു. അതുപോലെ എൻ്റെ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണ്? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സന്തോഷം ഏറ്റവും അധികം ചോർത്തിക്കളയുന്ന, നമ്മുടെ സന്തോഷം ഇല്ലാതാക്കുന്ന ശത്രു ആരാണ്? ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ അഹങ്കാരം, നമ്മുടെ ഈഗോ. ഞാനായിരിക്കണം എല്ലാറ്റിൻ്റെയും നടുവിൽ, എല്ലാറ്റിൻ്റെയും കേന്ദ്രം, എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം, എന്നെ സ്നേഹിക്കണം എന്നുള്ള വാശി, മറ്റുള്ളവരുമായുള്ള താരതമ്യപ്പെടുത്തൽ, ഇതൊക്കെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് നിൽക്കുന്നത്. നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടു, യോഹന്നാൻ വളരെയധികം ആളുകളെ തന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. യോഹന്നാന് വലിയൊരു ശുശ്രൂഷയുണ്ടായിരുന്നു, അനേകം ആളുകളെ സ്നാനപ്പെടുത്തി. എന്നാൽ ഇതാ ഈശോയും സ്നാനപ്പെടുത്തുവാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ ആളുകൾ ഈശോയുടെ അടുക്കിലേക്ക് പോവുകയാണ്. യോഹന്നാൻ്റെ പ്രശസ്തി, ശുശ്രൂഷ അല്പം മങ്ങിയതുപോലെയുള്ള ഒരു തോന്നൽ യോഹന്നാൻ്റെ ശിഷ്യന്മാർക്കുണ്ടായി. ആ ശിഷ്യന്മാർ പരിഭവത്തോടെ, പരാതിയുമായി യോഹന്നാൻ്റെ അടുക്കൽ വന്ന് പറയുന്നു, ഇതാ നീ ആർക്കു വേണ്ടി വഴിയൊരുക്കിയോ, നീ ആരെക്കു വേണ്ടി സാക്ഷ്യപ്പെടുത്തിയോ അവൻ സ്നാനം നൽകുന്നു, എല്ലാവരും അവൻ്റെ അടുക്കിലേക്കാണ് പോവുക, ഇങ്ങോട്ടാരും വരുന്നില്ലല്ലോ. ശിഷ്യന്മാർക്ക് സങ്കടമായിരുന്നു, അവർക്ക് ഭയമായിരുന്നു, അവർക്ക് അസൂയയായിരുന്നു. ആ അസൂയയുടെ ശബ്ദമാണ് അവരുടെ വാക്കുകളിലൂടെ നമ്മൾ കേൾക്കുന്നത്. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക. അവർക്കുണ്ടല്ലോ എനിക്കില്ലല്ലോ എന്നുള്ള ചിന്ത, അവർക്ക് എന്നേക്കാൾ കൂടുതലുണ്ടല്ലോ, കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ടല്ലോ, അവരുടെ ജീവിതമൊക്കെ സന്തോഷമുള്ളതാണല്ലോ, സുഖമുള്ളതാണല്ലോ, എൻ്റെ ജീവിതത്തിൽ മാത്രം എനിക്ക് സന്തോഷവും സുഖവും ഇല്ലല്ലോ എന്നുള്ള ചിന്ത, അസൂയയുടെ ചിന്ത. എന്നാൽ സ്നാപക യോഹന്നാൻ്റെ മറുപടി നമുക്കെല്ലാവർക്കും സ്വീകരിക്കുവാൻ സാധിക്കേണ്ട ഒരു നിലപാട് തന്നെയാണ്. സ്നാപക യോഹന്നാൻ പറഞ്ഞത്, സ്വർഗത്തിൽ നിന്ന് ലഭിക്കാതെ ഒരു മനുഷ്യന് ഒന്നും കിട്ടുകയില്ല. അതിൻ്റെ സാരാംശം, എൻ്റെ കഴിവ്, എൻ്റെ പ്രശസ്തി, എൻ്റെ ശുശ്രൂഷ ഇതൊന്നും എൻ്റേതല്ല, എനിക്ക് സ്വർഗത്തിൽ നിന്നും ദൈവകൃപയിൽ നിന്നും ലഭിച്ചതാണ്. ദൈവകൃപയിൽ നിന്നും ലഭിക്കാതെ എനിക്കൊന്നുമില്ല. അപ്പോൾ സ്നാപക യോഹന്നാൻ എടുക്കുന്ന ആ ഒരു നിലപാട്, സ്നാപക യോഹന്നാൻ്റെ ആ ഒരു വിശ്വാസം,
ദൈവം തരാത്തതായിട്ട് എനിക്കൊന്നുമില്ല. ദൈവം നൽകാത്തതായി എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. നമുക്കും ഇതെല്ലാ ദിവസവും ഏറ്റുപറയുവാൻ സാധിക്കണം. നമ്മുടെ കഴിവുകളോ നമ്മുടെ ബുദ്ധിയോ നമ്മുടെ പരിശ്രമമോ മാത്രമല്ല, ദൈവത്തിൻ്റെ കൃപയാണ് എനിക്കുള്ളതിൻ്റെ എല്ലാം ആധാരം എന്ന് ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കണം. വീണ്ടും നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് സ്നാപക യോഹന്നാൻ പറയുന്നത്, അവൻ വളരണം, ഞാൻ കുറയണം. അവൻ വലുതാവണം, ഞാൻ ചെറുതാവണം. സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാർ മനസ്സിലാക്കിയത്, അവർ ചിന്തിച്ചിരുന്നത്, അവൻ കുറയണം, നമ്മൾ വളരണം. എന്നാൽ സ്നാപക യോഹന്നാൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയാണ്, ഇതൊരു സ്പിരിച്വൽ ആത്മഹത്യ അല്ല. അവൻ വളരണം, ഞാൻ കുറയണമെന്ന് പറയുന്നത് അവൻ്റെ അഹങ്കാരം, അല്ലെങ്കിൽ എൻ്റെ ഈഗോ, അല്ലെങ്കിൽ ഞാൻ എന്ന മനോഭാവം ഇല്ലാതാകുമ്പോഴാണ് ദൈവത്തിനു വേണ്ടി ഒരു സ്പേസ് ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കുക. സ്നാപക യോഹന്നാൻ്റെ ആന്തരിക സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അടയാളമാണ്, ഒരു സ്പിരിച്വൽ ലിബറേഷൻ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതായത് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാനായിരിക്കുന്നത്. എൻ്റെ ദൈവമാണ്, എല്ലാം എൻ്റെ ദൈവത്തിൻ്റെതാണ് എന്നുള്ള ബോധ്യം, ആന്തരിക സ്വാതന്ത്ര്യം. മറ്റുള്ളവരുടെ പ്രശംസയോ മറ്റുള്ളവരുടെ അംഗീകാരമോ മറ്റുള്ളവരുടെ കയ്യടിയോ ഒന്നുമല്ല, എൻ്റെ ഉള്ളിലുള്ളത് ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നുള്ള ബോധ്യം. നമുക്ക് ഇത് വളരെ പ്രത്യേകമായിട്ട് പഠിക്കുവാനുള്ള ഒരു വലിയ സ്പിരിച്വൽ പാഠം തന്നെയാണ്. ആ ഇന്നർ ഫ്രീഡം, ആന്തരികമായ സ്വാതന്ത്ര്യം, ഒന്നിനോടും പിടിമുറുക്കാതെ, ഒന്നിനോടും ഒട്ടിച്ചേരാതെ, എല്ലാത്തിൽ നിന്നും വിടുതൽ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക. കമ്പാരിസൺ ഈസ് ദ തീഫ് ഓഫ് അവർ ജോയ്. നമ്മുടെ സന്തോഷങ്ങളെ മോഷ്ടിക്കുന്നതാണ് മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന ആ മനോഭാവം. ഈ വചനങ്ങൾ നമുക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശുശ്രൂഷയിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ എല്ലാം ഞാൻ കുറയണം, അവൻ വളരണം, എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, എൻ്റെ ജീവിതം ദൈവത്തിൻ്റെതാണ്, എൻ്റേതല്ല എന്ന ആ ഒരു മനോഭാവത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ സന്തോഷം വർദ്ധിക്കും. നമ്മുടെ ഈഗോ, നമ്മുടെ അഹങ്കാരം എവിടെ കുറയുന്നുവോ അവിടെ വലിയ സന്തോഷമുണ്ട്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആ സ്ഥാനം, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൂടുതൽ നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുവാൻ. നമ്മൾ ചെറുതാകുമ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനം വലുതാകുന്നു, ദൈവത്തോടുള്ള ആ സ്നേഹം വലുതാകുന്നു. ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി അർപ്പിക്കാം.